ഇന്ന് ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ ബേബി ഹൗസിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള സീനാണ് കേട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ അവർ ആ ഒരു എയർപോർട്ടിലേക്ക് പോകുന്ന സീനാണ്. അപ്പോൾ ഇവരെ പിന്നാലെ കുറേ ആൾക്കാർ ക്യാമറയായിട്ട് പോകുന്നുണ്ട്. ജാസ്മിനോട് എന്ത് സംസാരിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്താ പറയുക, അത്രയും ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളൊരു പെൺകുട്ടിയാണ് ജാസ്മിൻ. അത് വേറെ ആരും ആക്കിയതല്ല, ജാസ്മിൻ തന്നെ അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഈ ജാസ്മിനെ കുറിച്ചിട്ട് ഇവർക്ക് വലിയ അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിഗ് ബോസിൽ കയറിയതിന് ശേഷം, അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വ്ളോഗറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആളും കൂടിയായിരുന്നു ജാസ്മിന്. ഇപ്പം പക്ഷെ അങ്ങനെയല്ല, മൊത്തത്തിൽ ആർക്കും ഒരു ഇഷ്ടം തോന്നാത്തൊരു പേഴ്സണായിപ്പോയി ജാസ്മിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടീൻ്റെ പാരൻസിനോട് ഈ ഒരു ക്യാമറയായിട്ട് പിന്നാലെ പോയിട്ട് ചോദിക്കുമ്പം ആ പാരൻസ് സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ ഫാദർ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് വേറെ ലെവലിലാണ് വരാമെന്നുള്ളത് ജാസ്മിൻ്റെ ഫാദറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും ജാസ്മിൻ്റെ ഫാദർ ഒന്നും വേണ്ടിയിട്ടില്ല. അത് ശരിക്കും നല്ലൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചാലും കുറ്റം, ഇല്ലെങ്കിലും കുറ്റം എന്ന് പറയുന്ന പോലെ സംസാരിച്ചാലായിരിക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറില്ല. കാരണം ഇവർക്ക് മെയിനായിട്ട് ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ചായിരിക്കും അറിയേണ്ടത്. അപ്പോൾ അത് സംസാരിക്കാത്തതാണ്. കാരണം ഇതിൻ്റെ മുന്നേ ശ്രീരേഖ ഔട്ടായപ്പോഴും വേറൊരു ചാനൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീരേഖൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച്, പിന്നെ മെജോറിറ്റിയും ചോദിക്കുന്നത് ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ ആ ഒരു ലെവലിലേക്ക് എന്താ പറയുക, അത്രയും ഒരു ഇതിലേക്ക് ആങ്കർ ആയിട്ടുണ്ടെങ്കിലും ഇവർ ഈ ചാനൽസ് ആണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചൊരു നിലവാരം കുറഞ്ഞ പ്രവൃത്തിയല്ലേ കാണിക്കണമെന്നൊരു സംശയം. പിന്നെ വേറെ ചാനലുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് ജാസ്മിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നത് എന്താണ്, എന്തിൻ്റെ ആവശ്യമാണത്? കാരണം ഒരു ഗെയിം ഷോ ആകുമ്പോൾ അതിൽ പല ടൈപ്പുള്ള ആൾക്കാർ വന്നിട്ട് ഗെയിം കളിച്ചു പോകും. പക്ഷെ അതിനവരെ നാട്ടിൽ പോയിട്ട് അവരെ ആൾക്കാരോട് ചോദിക്കുക, ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ട് ചിരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ ഒരു 100 ദിവസത്തെ ഗെയിം ചിലപ്പോൾ ആ കുട്ടി അതെന്താക്കും, ആ ഗെയിം അവിടെ ഇട്ട് അത്രയും ദിവസം കളിച്ച ഒരു ഗെയിം അവിടെ ഇട്ടിട്ടായിരിക്കും ആ കുട്ടി വരുന്നത്. പക്ഷേ മൊത്തത്തിൽ നെഗറ്റീവ് ഇമേജ്. അപ്പം ഞാനും റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു പറയേണ്ട സംഗതികൾ മാത്രമേ പറയാറുള്ളൂ, ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലാതെ തൊട്ടതും പിടിച്ചതൊക്കെ കണ്ടൻ്റാക്കിയിട്ട് ഞാനങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇതിൽ ജാസ്മിൻ്റെ ഫാദർ ചെയ്താണ് ഏറ്റവും നല്ല മറുപടിയാണ് മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്. ഒന്നും സംസാരിക്കാതെ പോകുക എന്നുള്ളത്.